ഭവനങ്ങൾക്കകത്തിരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രവിക്കുന്ന പ്രമുഖരായ ദേശനിവാസികൾ, മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും അല്പസമയം ഈ ലഘു സന്ദേശത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. സമാധാനമില്ലാതെ മനുഷ്യൻ നട്ടോട്ടമോടുകയാണ്. ഒരല്പ സമാധാനത്തിന് വേണ്ടി എന്തും ചെയ്യുവാനും എവിടെ പോകുവാനും തയ്യാറായി ജനം ഓടി നടക്കുന്ന വല്ലാത്തതുകൊണ്ട് മദ്യവും മയക്കുമരുന്നുമൊക്കെ മറ്റൊരു കാലത്തും ഇല്ലാത്തതുപോലെ നമ്മുടെ നാടിനെ പിടികൂടിയിരിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും മാരകമായ മയക്കുമരുന്ന് MDMA, LSD സ്റ്റാമ്പ് പോലെയൊക്കെയുള്ള മാരകമായ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിന്റെ നടുവിലാണ് നിൽക്കുന്നത്. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ ബാഗുകൾക്കകത്ത് മയക്കുമരുന്നൊക്കെ കൊടുത്ത് അവരെ കാരിയറായിട്ട് ഉപയോഗിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കിലോ കണക്കിന് കഞ്ചാവുകളാണ് നമ്മുടെ ദേശത്ത് ഓരോ ദിവസവും നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പിടികൂടുന്നത്. ഇതൊക്കെ വരുന്നത് നമ്മുടെ കേരളത്തിലെ ജനം ഉപയോഗിക്കുന്നതാണ്. ഒരിക്കൽ കള്ള് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് മാരകമായ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അനുഭവത്തിലേക്ക് ജനം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ട് മുതിർന്നവരൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരുന്നതെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾ, നമ്മുടെ യൗവനക്കാർ ഒക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി മാറുന്നു. നമ്മുടെ പ്രൊഫഷണൽ ക്യാമ്പസുകളിലൊക്കെ പെൺകുട്ടികൾ പോലും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് അവരൊക്കെ കാട്ടിക്കൂട്ടുന്ന പല കോപ്രായങ്ങളുമൊക്കെ നമ്മൾ വാട്സപ്പിനകത്തുമൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതൊന്നും നിങ്ങളോട് വിളിച്ചു പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ പഠിക്കാൻ വിടുന്നു. പക്ഷേ ഈ കുഞ്ഞുങ്ങളൊക്കെ ഓരോ ദിവസം കഴിയുന്തോറും അവരൊക്കെ ചെന്നെത്തിത്തീരുന്ന ഇത്തരത്തിലുള്ള ലഹരി സംഘങ്ങൾ അവസാനം ഭവനത്തിലേക്ക് ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയുമ്പോൾ, പോലീസ് സ്റ്റേഷനിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒക്കെ വിളിച്ചു പറയുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന് പോലും അറിയുന്നത്. അങ്ങനെയൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു തല, നാളത്തെ രക്താക്കളായി മാറേണ്ടുന്ന, നാളത്തെ നമ്മുടെ രാജ്യത്തെ നിയന്ത്രിക്കേണ്ടവർ, നാളെ കുടുംബങ്ങളെ പരിപാലിക്കേണ്ടവർ, ഹൈ പ്രൊഫഷണലായി മാറേണ്ടുന്ന നമ്മുടെ യൗവനക്കാരൊക്കെ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കുടുംബ ബന്ധങ്ങൾ തകർന്നുപോയി. എവിടെയും കുടുംബ ബന്ധങ്ങൾക്ക് ഒരു വിലയുമില്ലാതായി. ഭാര്യാഭർത്തൃ ബന്ധങ്ങളൊക്കെ പണ്ട് ഉണ്ടായിരുന്നതിനേക്കാളും ഇന്ന് യാതൊരു വിലയും കൽപ്പിക്കാത്ത അവസ്ഥയിലേക്ക് വിവാഹം കഴിഞ്ഞ് 1 മാസം 2 മാസം കഴിയുന്നതിന് മുമ്പിട്ട് കുടുംബ കോടതിയിൽ കേസുമായി കടന്നു പോകുന്ന അനുഭവങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുക. എത്ര ഈ ഡൈവോഴ്സുകളാണ് നമ്മുടെ ചുറ്റിലും നടക്കുന്നത്. പണ്ട് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വിധം ഡൈവോഴ്സുകൾ നടക്കുകയാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, സ്വത്തിനും പണത്തിനും ഒക്കെ വേണ്ടി സഹോദരങ്ങൾ പരസ്പരം വെട്ടിക്കീറി ചാകുന്നതൊക്കെ പത്രങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഭാര്യ ഭർത്താവിനെ കുത്തിക്കൊലപ്പെടുത്തുന്നു, ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തുന്നു. എന്തൊക്കെ വാർത്തകളാണ് കേൾക്കുന്നത്. പണ്ടൊക്കെ പ്രേമനൈരാശ്യം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ആത്മഹത്യ ചെയ്യുന്ന വാർത്തയാണെങ്കിൽ പ്രേമനൈരാശ്യത്തിന്റെ പേരിൽ നടുറൂട്ടിലിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ തീവച്ച് കൊലപ്പെടുത്തുന്ന, തീവച്ച് ചുട്ടുകരിക്കുന്ന വാർത്തകളൊക്കെയാ ഇന്ന് നാട്ടിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യകളോ പണ്ടൊന്നുമില്ലാത്തതുപോലെ നമ്മുടെ നാട്ടിൽ ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുക. കൂട്ടയാത്മഹത്യകൾ. അപ്പനും അമ്മയും കൂടി കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് കിണറ്റിലെറിഞ്ഞിട്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്തിട്ട് തൂങ്ങിച്ചാവുന്ന ചില അനുഭവങ്ങൾ, ഇങ്ങനെയൊക്കെ കൂട്ട ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യാത്ത പത്രമാധ്യമങ്ങളൊന്നും ഇന്ന് കേരളത്തിൽ ഇല്ലാത്ത അനുഭവങ്ങളിലേക്ക് നമ്മുടെ കേരളം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രം കൊലപാതകങ്ങൾ, എന്തുമാത്രം കൊലപാതകങ്ങളുടെ വാർത്ത. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊരു കൊലപാതകത്തിന്റെ വാർത്തയൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇന്ന് എത്ര കൊലപാതകങ്ങളുടെ വാർത്തയാണ് ദിനംതോറും നമ്മുടെ മാധ്യമങ്ങൾക്കകത്തൊക്കെ വരുന്നത്. പക്ഷെ ഇന്ന് അതൊന്നും വാർത്തകളല്ലാതായി മാറി. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, സ്വത്തിന് വേണ്ടി നടക്കുന്ന കൊലപാതകങ്ങൾ, ഗുണ്ട സംഘങ്ങൾ തമ്മിൽ നടത്തുന്ന കൊലപാതകം, നടുറോഡിലൊക്കെ ഇട്ടിട്ട് പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ മനുഷ്യരെ തല്ലിക്കൊല്ലുക. 18, 19 വയസ്സുള്ള യൗവനക്കാരൊക്കെ മരിച്ചു വീഴുകയാണ്. ഇങ്ങനെ കൊലപാതകങ്ങൾ ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇതൊക്കെ വർദ്ധിക്കുന്നു? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇതിനൊരു ഉത്തരം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, തീക്ഷ്ണശാലികളായ വളരെ കാര്യക്ഷമതയുള്ള ഭരണകർത്താക്കളും രാഷ്ട്രീയക്കാരും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല. നല്ല ഭരണകൂടങ്ങളുണ്ട്, ഇഷ്ടംപോലെ മതങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത മതങ്ങളൊന്നുമില്ല. ഇഷ്ടംപോലെ മതങ്ങളുണ്ട്, മത ആചാര്യന്മാരുണ്ട്, തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ഓരോ വർഷം കഴിയുന്നതോടും നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ജനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ലക്ഷക്കണക്കിന് ജനമാണ് ഓരോ വർഷം കഴിയുന്നതോറും ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഇങ്ങനെ നിരവധിയായ അനുഭവങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ട്. പക്ഷെ
പക്ഷേ തീർത്ഥാടന കേന്ദ്രങ്ങൾ വർദ്ധിക്കുന്നു, ആരാധനാലയങ്ങൾ വർദ്ധിക്കുന്നു, ഗുരുക്കന്മാർ വർദ്ധിക്കുന്നു, പൂജകൾ, കർമ്മങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം നാട്ടിലുണ്ട്. പക്ഷെ ഇതിനൊന്നും ഇത്തരം അക്രമത്തിൽ നിന്നൊന്നും പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ല. കൗൺസിലിംഗ് സെന്ററുകളുണ്ട്, അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ശക്തമായ ഒരു ഭരണഘടനയുണ്ട്, ഭരണ നിർവഹണ സംവിധാനമുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ക്രിമിനൽ നിയമങ്ങളുണ്ട്. പക്ഷെ ഇതിനൊന്നും മനുഷ്യനെ ഈ കുറ്റങ്ങളിൽ നിന്നും ഈ ക്രിമിനൽ വാസനകളിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ കഴിയാതിരിക്കുമ്പോൾ ഇതിന്റെ ഉത്തരം അന്വേഷിച്ച് പലരും നടക്കുകയാണ്. വിദ്യാഭ്യാസമുള്ള ഒരു ജനത ഇന്ന് കേരളത്തിൽ സ്വന്തമായിട്ടുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ള ജനതയാണ് ഇന്ന് കേരളത്തിലുള്ളത്. പക്ഷേ വലിയ വിദ്യാഭ്യാസമുള്ളവരുടെ വീട്ടിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ, വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് അവൻ ക്രിമിനൽ വാസനകളിൽ പുറത്തു വരുന്നില്ല. ഈ സാമ്പത്തികമോ വലിയ സാമ്പത്തികമൊക്കെ ഉള്ള വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിലും ഒരു സമാധാനമില്ലാതെ വലിയ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ലക്ഷക്കണക്കിന് രൂപ മുടക്കി വിദേശങ്ങളിലൊക്കെ പഠിക്കാൻ വിട്ട കുഞ്ഞുങ്ങൾ ജീവിതം തകർന്ന ഭവനങ്ങളിൽ വന്നു നിൽക്കുകയാണ്. വലിയ സമ്പത്തുള്ളവരുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്നത്. അപ്പോൾ സമ്പത്തിന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല. ഇവിടുത്തെ മത സംവിധാനങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല. കാരണം ഇതിന്റെയൊക്കെ ഗൂഢമൂലമായ കാരണം എന്തെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ വിളിച്ചു പറയുന്ന വേദപുസ്തകം പറയുന്നു, അത് പാപമാണ്. മനുഷ്യന്റെ അകത്ത് ഗൂഢമൂലമായി വസിക്കുന്നതാണ് പാപം. പാപം എങ്ങനെയാ ലോകത്തിൽ പ്രവേശിച്ചത്? ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഒരു മതപ്രസംഗമല്ല. നിങ്ങളെ ഒരു മതപ്രസംഗം കേൾക്കുന്നത് പോലെ തന്നെ കേൾക്കരുത്. ഒരു രാഷ്ട്രീയ പ്രസംഗവുമല്ല, മതപ്രസംഗവുമല്ല, സാംസ്കാരിക പ്രസംഗവുമല്ല. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന, മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്തുന്ന ഒരു സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. ഞങ്ങളൊരു മതത്തിന്റെ വ്യക്താക്കളായിട്ടുമല്ല ഇവിടെ നിൽക്കുന്നത്. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, മനുഷ്യനെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചത് അവന്റെ തേജസ്സിലാണ് സൃഷ്ടിച്ചത്. അവന്റെ രൂപത്തിൽ, സ്വരൂപത്തിൽ അവനായിരിക്കുന്ന സ്നേഹത്തിന്റെ പരിപൂർണതയിൽ മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ തേജസ് അവന്റെ മേൽ പകർന്നു. അങ്ങനെ ഭൂമിയിൽ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തോട് കൂട്ടായ്മ ആചരിച്ച്, ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ടവൻ, ദൈവത്തോട് സഹിത്വം പ്രാപിച്ച്, ദൈവത്തിൽ നിന്ന് നന്മ എന്തെന്നും തിന്മ എന്തെന്നും പറഞ്ഞ് ദൈവത്തോട് ചേർന്ന് ഈ ഭൂമുഖത്ത് ദൈവത്തോട് കൂട്ടായ്മ ആചരിച്ച് ജീവിപ്പാൻ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ച ഏക മനുഷ്യനായ ആദാം. എന്നാൽ ആദാം ദൈവത്തോടുള്ള തന്റെ സ്നേഹത്തെ മുറുകെ പിടിക്കാതെ, ദൈവത്തോടുള്ള തന്റെ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോയി, തന്നെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയവനോട് വിധേയപ്പെട്ട ആ സ്നേഹത്തിൽ ജീവിക്കേണ്ടുന്ന ആദാം ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് ആ ലംഘനം മൂലം ഭൂമിയിൽ പ്രവേശിച്ചതാണ് പാപം. അന്നു മുതൽ ഇന്ന് വരെ മനുഷ്യന്റെ ജീവിതത്തിൽ ദൂരമൂലമായി നിൽക്കുന്നതാണ് പാപം. ആദ്യ മനുഷ്യനായ ആദാമിന്റെ അകത്ത് പാപം പ്രവേശിച്ചു. പാപം പ്രവേശിച്ചത് അവൻ കൽപ്പനകൾ ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോഴാണ്. പാപം മൂലം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവന്റെ തേജസ് നഷ്ടപ്പെട്ടു. ദൈവം അവന്റെ അകത്ത് പകർന്നിരുന്ന ആ തേജസ് അവന് നഷ്ടപ്പെട്ടു പോയി. ദൈവം അവന്റെ അകത്ത് പകർന്നിരുന്ന ആ സ്നേഹം അവന് നഷ്ടപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട ആ ദൈവത്തിന്റെ ആ സ്നേഹം, ദൈവം ആരാണോ ആ സ്നേഹത്തിന്റെ പൂർണ്ണത അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചതാണ് പാപം. അങ്ങനെ ആദാം പാപിയായി മാറി. ആദാമിൽ നിന്നാണ് ഈ ഭൂമിയിലെ സകല മാനവ കുലവും ഉടലെടുത്തത്. ദൈവത്തിന്റെ തലയിൽ നിന്ന് ജനിക്കുന്ന ഒരു ഭാഗം, ദൈവത്തിന്റെ നെഞ്ചിൽ നിന്ന് ജനിക്കുന്ന ഒരു ഭാഗം, ദൈവത്തിന്റെ അരയിൽ നിന്ന് ജനിക്കുന്ന ഒരു ഭാഗം, ദൈവത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ജനിക്കുന്ന ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ ഡിവൈഡ് ചെയ്ത്, മനുഷ്യനെ കാറ്റഗറൈസ് ചെയ്ത്, തലയിൽ നിന്ന് ജന്മമെടുത്തവർ, പാദങ്ങളിൽ നിന്ന് ജന്മമെടുത്തവരെ അടിമകളാക്കി വെക്കുന്ന ചില വ്യവസ്ഥകളൊക്കെ നിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇന്ന് പറയുവാനുള്ളത്, വേദപുസ്തകം പറയുന്നു, ഒരു മനുഷ്യനിൽ നിന്നാണ് സകല ജനവും ജന്മമെടുത്തത്. ഏത് മതമാകട്ടെ, ഏത് ജാതിയാകട്ടെ, ഏത് ഭാഷയാകട്ടെ, ഏത് വർഗമാകട്ടെ, ഏത് സമുദായത്തിലാകട്ടെ, ഏത് സമ്പന്നനോ അല്ലെങ്കിൽ സാമ്പത്തികമില്ലാത്തവനോ വിദ്യാഭ്യാസമുള്ളവനോ വിദ്യാഭ്യാസമില്ലാത്തവനോ ആരായിരുന്നാലും അവനെല്ലാം ഈ ആദാമിൽ നിന്ന് ജനിച്ചവരാണ്. അതുകൊണ്ട് ആദാം പാപിയായതുകൊണ്ട് ആ പാപം സകല മനുഷ്യന്റെ പേരിൽ ചുമത്തപ്പെട്ടു. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മക്കളും പാപികളാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയും, ഞങ്ങൾ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചവരാണ്, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാം. പക്ഷെ ഇന്ന് പകൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഏത് കുടുംബത്തിൽ ജനിച്ചാലും, എത്ര പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചാലും, ഏത് സമുദായത്തിൽ ജനിച്ചാലും,
ഏതു വിധത്തിലുള്ള സാഹചര്യത്തിൽ ജനിച്ചാലും ആദാമിന്റെ പാപം സകല മനുഷ്യന്റെ മേലും ചുമത്തപ്പെട്ടിരിക്കുകയാണ്. സകല മനുഷ്യൻ പാപത്തോടാ ജനിക്കുന്നത്. അവന്റെ അകത്ത് രൂഢമൂലമായി നിൽക്കുന്നത് പാപമാണ്. പാപം അകത്തുള്ള മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയില്ല. അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവന് ദൈവവുമായി ബന്ധമില്ല. അവന് ദൈവത്തോട് അടുത്ത് ചെന്ന് ദൈവസന്നിധിയിൽ അവന് ദൈവത്തോടുള്ള ആ കൂട്ടായ്മയിൽ അവന് ജീവിക്കാൻ കഴിയില്ല. അവർ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ആചാരങ്ങൾ ചെയ്യുന്നുണ്ട്, മതം പഠിപ്പിക്കുന്ന എല്ലാ അനുഷ്ഠാനങ്ങളും ചെയ്യുന്നുണ്ട്, ധാർമ്മികമായി മനുഷ്യൻ പഠിപ്പിച്ചിട്ടുള്ള ധാർമ്മിക നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്, കാഴ്ചകളൊക്കെ കൊടുക്കുന്നുണ്ട്, ദശാംശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തോട് ബന്ധമില്ല. ദൈവത്തോട് ബന്ധമില്ലാതെ വരുന്നതിന്റെ കാരണം അവന്റെ അകത്ത് വസിക്കുന്ന പാപമാണ്. പാപം അവന്റെ അകത്ത് നിലനിൽക്കുന്നിടത്തോളം അവന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയില്ല. ഇനി ഏത് കുടുംബത്തിൽ ജനിച്ചാലും, ഏത് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാലും, പെന്തക്കോസ്തിന്റെ കുടുംബത്തിൽ ജനിക്കുന്നവർക്കും ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ദൈവത്തോട് ബന്ധമില്ലാതെ അവൻ ജന്മം കൊണ്ട് തന്നെ പാപിയായിട്ടായി ഭൂമിയിൽ ജനിക്കുന്നത്. മാത്രമല്ല, പാപത്തിൽ ജനിക്കുന്ന ഒരു മനുഷ്യൻ പിന്നെ പാപത്തിലാണ് വളരുന്നത്. ഇവിടെ കുഞ്ഞുങ്ങളെയൊന്നും ആരും കള്ളം പറയാൻ പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ കോപിക്കാൻ പഠിപ്പിക്കേണ്ട, ഏതെങ്കിലും കാരണത്തിനകത്ത് അവനെ പ്രതികരിക്കാനൊന്നും നമ്മൾ പഠിപ്പിക്കേണ്ട. കാരണം അതൊക്കെ ഇൻബോർഡാണ്. കള്ളു കുടിക്കാൻ പ്രത്യേകിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട, പുകവലിക്കാൻ പ്രത്യേകിച്ച് യൂട്യൂബ് നോക്കി പഠിക്കേണ്ട, മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് ഇതൊക്കെ മനുഷ്യന്റെ അകത്ത് ഇൻബോർഡാണ്. അവൻ പാപിയാണ്. അവന്റെ അകത്ത് പാപം രൂഢമൂലമായി അവന്റെ അകത്ത് വസിക്കുകയാണ്. ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യന്റെയും ശരീരത്തിനകത്ത് പാപം വസിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കണ്ണുനീരോടെ പറയുന്നത്, ഈ പാപത്തിനധികമായ ശരീരത്തിൽ നിന്ന് ആർ ഞങ്ങളെ വിട്ടുവെക്കും. മനുഷ്യന്റെ ശരീരം പാപവശമാണ്. പാപ സ്വഭാവം, പാപത്തിന് അടിമപ്പെട്ടവൻ, പാപ ചിന്തകൾ, പാപത്തിൻ്റെതായ എല്ലാവിധമായ അനുഭവങ്ങളുമുള്ള ഈ ശരീരത്തിലാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും വീണ്ടും പാപം ചെയ്ത് പാപിയായി മാറുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കർമ്മപാപം എന്നൊക്കെ പറയുന്നത്. അപ്പൊ മനുഷ്യൻ ജന്മം കൊണ്ടും പാപമാണ്, പാപിയാണ്, കർമ്മം കൊണ്ടും അവൻ പാപിയാണ്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപിയായ മനുഷ്യനെ ഈ പാപത്തിൽ നിന്ന് പുറത്തു വരുന്നോ അന്ന് മാത്രമേ മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയൂ. മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടാൻ പാപത്തിൽ നിന്ന് പുറത്തു വരാതെ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അവൻ ചെയ്യുന്ന ഒരു കർമ്മവും ആചാരവും, കൊടുക്കുന്ന ദാനധർമ്മങ്ങളും, ചെയ്യുന്ന സൽപ്രവർത്തികളും ഒന്നും ദൈവം സ്വീകരിക്കുന്നില്ല. കാരണം ദൈവത്തോട് അവന് ബന്ധമില്ല. അവന്റെ അകത്ത് നിൽക്കുന്നത് പാപമാണ്. പാപത്തിൽ നിന്ന് എങ്ങനെ പരിഹാരം വരുത്തും? വിദ്യാഭ്യാസത്തിന് പരിഹാരം വരുത്താൻ കഴിയില്ല, മതങ്ങൾക്കും മതാനുഷ്ഠാനങ്ങൾക്കും പരിഹാരം വരുത്താൻ കഴിയില്ല, അവൻ നടത്തുന്ന നേർച്ചകൾക്കും കാഴ്ചകൾക്കും പരിഹാരം വരുത്താൻ കഴിയില്ല, അവർ നടത്തുന്ന യാഗങ്ങൾക്കും അതുപോലെ ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, നോമ്പനുഷ്ഠാനങ്ങൾ, ഇതിനൊന്നും അവനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെ മനുഷ്യന് ഒരു വിധത്തിലും പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതിരിക്കുമ്പോൾ അവനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായി ദൈവം തന്നെ ഒരുക്കിയ പദ്ധതിയാണ് സാക്ഷാൽ യേശുക്രിസ്തു. ദൈവമായിരുന്നവൻ, ദൈവത്തോടൊപ്പമായിരുന്നവൻ, സ്വർഗീയ മഹിമകളിൽ വസിച്ചവൻ, ദൈവത്തോടുള്ള അവന്റെ സമത്വം മുറുകെ പിടിക്കാതെ ഈ താണലോകത്ത് പാപിയായ മനുഷ്യന് വേണ്ടി, അല്ലെങ്കിൽ അക്രമിയായ അതിക്രമങ്ങൾ ചെയ്യുന്ന ദൈവത്തിൽ നിന്ന് വേർപെട്ടുപോയ ആ മനുഷ്യന് വേണ്ടി ഈ ഭൂമുഖത്തേക്ക് ഇറങ്ങി വന്നവനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ, യേശു ദൈവമായിരുന്നു. അവൻ ദൈവമായിരുന്നവൻ മനുഷ്യ സാദൃശ്യത്തിൽ, മനുഷ്യ രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നു. പാപമില്ലാത്ത പരമപരിശുദ്ധനായവൻ ഒരു കന്യകയിൽ നിന്ന് ജന്മം ധരിച്ചു, ഈ ഭൂമിയിൽ പ്രവേശിച്ചു. വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്നവർക്കൊക്കെ അറിയാം, കന്യാമറിയത്തിൽ നിന്ന് യേശു ഭൂമിയിലേക്ക് ജനിക്കുമ്പോ യേശു ഭൂമിയിൽ ജനിച്ചത് കന്യാമറിയത്തിൽ നിന്നാണ് ജനിച്ചത്. മറിയത്തിൽ നിന്നാണ് ഉത്ഭവമെടുത്തതെങ്കിലും കന്യാമറിയത്തിൽ ജനിക്കുമ്പോഴല്ല യേശു ഉണ്ടായത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനത്തെ പറയുന്ന ആദിയിൽ യേശു ഉണ്ടായിരുന്നു, യേശു ദൈവമായിരുന്നു, യേശു ദൈവത്തോടു കൂടെയായിരുന്നു. അങ്ങനെ അനാദിയിൽ ഇവിടെ ഉണ്ടായിരുന്ന ദൈവമായിരുന്നവൻ ഒരു കന്യകയുടെ ഉദരത്തോളം ചെറുതായി ഈ ഭൂമുഖത്തേക്ക് വന്ന മനുഷ്യരിൽ ഒരുവനായി, നമ്മിൽ ഒരുവനായി, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായി ഈ ഭൂമുഖത്ത് പാർത്തു. യേശുക്രിസ്തുവിൽ പാപമില്ലായിരുന്നു. ജന്മം കൊണ്ടവൻ പാപിയല്ല, കർമ്മം കൊണ്ടും അവൻ പാപിയല്ല. പാപമില്ലാതെ ഭൂമിയിൽ കടന്നു വന്ന പരമപരിശുദ്ധനായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന് പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, പാപത്തെക്കുറിച്ച് ബോധ്യമില്ല. യേശു വെല്ലുവിളിച്ചുകൊണ്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തോട് ചോദിക്കുകയാണ്, ആരെ
എനിക്ക് തന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. അങ്ങനെ പാപമില്ലാത്തവരായ യേശു ക്രിസ്തുവിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം മാനവകുലത്തിന്റെ മുഴുവൻ പാപവും യേശുവിന്റെ മേൽ ചുമത്തുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ആദാം മുതൽ ഇന്നയോളം ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സകല മനുഷ്യന്റെയും ഈ ഭൂമിയിൽ ജനിക്കാനുള്ള മനുഷ്യന്റെയും പാപം മുഴുവൻ യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടു. ആദാമിന്റെ പാപം നമ്മുടെ മേൽ ചുമത്തപ്പെട്ടതുപോലെ നമ്മുടെ എല്ലാവരുടെയും പാപവും യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടു. യേശുവിന്റെ മേൽ പാപം ചുമത്തപ്പെട്ടത് കൊണ്ടാണ് യേശുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുവിന്റെ സ്നാനത്തെ കുറിച്ചൊക്കെ അറിയാം. യോർദാന്റെ കടലിൽ വന്ന് യേശു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുമ്പോ സ്വർഗം തുറന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ആളത്വമായി പ്രാവുന്ന രൂപേണ അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ഒരു ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു? കാരണം എന്താണെന്ന് അറിയാമോ? പാപമില്ലാത്ത പരമപരിശുദ്ധനായ യേശു ക്രിസ്തു പാപികളായ മനുഷ്യൻ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ യോർദാന്റെ വെള്ളത്തിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുമ്പോ പാപമില്ലാത്തവൻ എന്തിനാ സ്നാനമേൽക്കുന്നത്? പാപമില്ലാത്തവൻ അവിടെ നിന്ന് നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ യോഹന്നാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നത്. കാരണം ലോകത്തിന്റെ മുഴുവൻ പാപവും യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിന്റെ സകല മനുഷ്യന്റെയും പാപം അവന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ വചനം പറയുന്നു, പാപമില്ലാത്തവൻ, പാപം അറിഞ്ഞിട്ടില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപം ആയി മാറി. സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ കടന്നു വന്ന ദൈവപുത്രനും മനുഷ്യപുത്രനുമായിരുന്ന യേശു ക്രിസ്തു മാനവകുലത്തിന്റെ മുഴുവൻ പാപം സ്വന്തം ശരീരത്തിൽ വഹിക്കണമെന്നുള്ളത്. അങ്ങനെ ദൈവിക പദ്ധതിക്ക് വേണ്ടി സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തവനെ നോക്കിയിട്ട് സ്വർഗം പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ യേശുവിന്റെ മേൽ മാനവകുലത്തിന്റെ മുഴുവൻ പാപവും ചുമത്തപ്പെട്ടു. അങ്ങനെ പാപം ചുമത്തപ്പെട്ടവനായി യേശു കാൽവരിയുടെ മരക്കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി മാറി. ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, യേശു യാഗമായി മാറി എന്ന് പറയുമ്പോൾ യേശുവിനകത്ത് സകല മനുഷ്യന്റെയും പാപം യേശുവിനകത്താണ്. കുറച്ചുകൂടി വ്യക്തമായി വേദപുസ്തക പ്രകാരം പറഞ്ഞാൽ അവനിൽ വിശ്വസിക്കുന്ന സകലരും യേശുവിലായിരുന്നു. നാം കാൽവരിയിൽ കാണുന്നത് രണ്ട് കള്ളന്മാർ അപ്പുറത്തും ഇപ്പുറത്തും മരിച്ചു കിടക്കുന്നതും അവന്റെ നടുവിൽ യേശു കിടക്കുന്നത് മാത്രമാണ്. എന്ന ആത്മീയ കണ്ണുള്ള ഒരുവനെ കാണാം. ആ യേശുവിനകത്ത് വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കാൻ പോകുന്ന ഒരു വലിയ ജനസമൂഹത്തെ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് യേശു കാൽവരി ക്രൂശിൽ മരിച്ചത്. യേശു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ ഞാനും വിശ്വസിക്കുന്ന സകലരും, യേശുവിന്റെ ദൈവപുത്രത്തെ അംഗീകരിക്കുന്ന സകലരും യേശുവിനോടൊപ്പം കാൽവരി ക്രൂശിൽ മരണമടയുവാൻ ഇടയായി തീർന്നു. യേശു കാൽവരിയിൽ മരിച്ചു. ഇന്ന് നിങ്ങളോട് ഞാൻ പറയട്ടെ, യേശു ദൈവമായിരുന്നു. യേശു എന്തിനാണ് ഭൂമിയിൽ വന്നത്, കാൽവരിയിൽ മരിച്ചത് എന്നായിരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി തിരിച്ചറിയണം. ദൈവത്തിന് മരിക്കാൻ കഴിയില്ല. ദൈവത്തിന് മരിക്കാൻ കഴിയാത്തത് കൊണ്ട് മരണം ആസ്വദിക്കാനാണ് യേശു മനുഷ്യനായി ഭൂമിയിലേക്ക് ജനിച്ചത്. യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നത് മരിക്കാനായി. എന്തിനു വേണ്ടി മരിക്കാൻ? മാനവകുലത്തിന്റെ സകല പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായി മരിക്കാനാ യേശു വന്നത്. പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് ശിക്ഷ അനുഭവിക്കണം. ചെയ്യുന്ന പാപത്തിനൊക്കെ ശിക്ഷ അനുഭവിക്കണം. പഴയ നിയമത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, കണ്ണുകൊണ്ട് ചെയ്യുന്നതിന് കണ്ണുകൊണ്ട് ശിക്ഷ അനുഭവിക്കണം, പല്ലുകൊണ്ട് ചെയ്യുന്നതിന് പല്ലുകൊണ്ട് ശിക്ഷ അനുഭവിക്കണം, കൈകൊണ്ട് ചെയ്യുന്നതിന് കൈകൊണ്ട് ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ ഒരു മനുഷ്യൻ ആത്യന്തികമായി പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കാന്ന് പറഞ്ഞ പാപത്തിന്റെ ശമ്പളം, പാപത്തിന്റെ ശിക്ഷയായ മരണം, പാപത്തിന്റെ ഫലമായി ഭൂമിയിൽ പ്രവേശിച്ച മരണം അവൻ ആസ്വദിച്ചെങ്കിലേ കഴിയൂ. ഒരു മരണത്തിലൂടെ മാത്രമേ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മനുഷ്യന് പുറത്തു വരാൻ കഴിയൂ. അങ്ങനെ ഞാനും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും ഈ ദേശനിവാസികളും ഈ ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ടവരും മരിക്കേണ്ടതിന് പകരക്കാരനായി യേശു കാൽവരിയിൽ മരിച്ചു. യേശുവിന്റെ മരണം ഒരു സ്വാഭാവിക മരണമല്ല. യേശുവിന്റെ മരണം ഒരു ആത്മഹത്യയല്ല. യേശുവിന്റെ മരണം ഒരു കൊലപാതകമല്ല. മറിച്ച് യേശുവിന്റെ മരണം എന്ന് പറയുന്നത് ഒരു അകൃത്യയാഗമായിരുന്നു. അതൊരു പാപയാഗമായിരുന്നു. അപ്പോൾ തന്നെ അകൃത്യയാഗമായിരുന്നു. എന്റെ ജന്മപാപത്തിനും എന്റെ കർമ്മപാപത്തിനും പകരമായി യേശു കാൽവരിയിൽ അവൻ യാഗമായി തീർന്നു. യേശുവിന്റെ യാഗത്തിലൂടെ ഞാൻ അനുഭവിക്കേണ്ടുന്ന പാപത്തിന്റെ സകല ശിക്ഷയ്ക്കും പരിഹാരം വന്നു. യേശു കാൽവരിയിൽ എന്റെ പാപത്തിന് മുഴുവൻ മറുവില കൊടുക്കുവാനിടയായി തീർന്നു. എന്റെ പാപത്താൽ നഷ്ടപ്പെട്ടു പോയ എന്നെ വീണ്ടെടുക്കുവാൻ കാൽവരിയിൽ യേശു സ്വന്തം രക്തം ചീന്തി, സ്വന്തം രക്തം ദൈവസന്നിധിയിൽ
കാൽവരിയിൽ മറുവിലയായി കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങുവാനിടയായി തീർന്നു. ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാ, ഞാൻ വിലയ്ക്ക് വാങ്ങിയതാ. ഇവിടെ നിന്നാണ് വിലയ്ക്ക് വാങ്ങിയത്? പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് യേശു കർത്താവ് എന്നെ വിലയ്ക്ക് വാങ്ങി. മറുവിലയായി കൊടുത്തത് യേശുവിന്റെ രക്തമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, യേശുവിന്റെ രക്തമാണ് നമ്മെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. യേശുവിന്റെ രക്തം മുഖാന്തരമാണ് പാപമോചനം സിദ്ധിച്ചത്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ച് ഈ തിരുക്കവലയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, രക്ഷയിലേക്ക് വരുവാൻ പാപമോചനത്തിനായി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. മതങ്ങൾക്ക് പാപമോചനം തരാൻ കഴിയില്ല. കർമ്മങ്ങൾക്കോ നോമ്പനുഷ്ഠാനങ്ങൾക്കോ പെരുന്നാളുകൾക്കോ ആചാരങ്ങൾക്കോ ചെയ്തു കൂട്ടുന്ന ആ ദാനധർമ്മങ്ങൾക്കോ സൽപ്രവൃത്തികൾക്കോ ഒന്നും മനുഷ്യന് പാപമോചനം തരാൻ കഴിയില്ല. ഏതെങ്കിലും മനുഷ്യന്റെ കർമ്മം കൊണ്ട് മനുഷ്യന് പാപമോചനം ലഭിക്കുമായിരുന്നെങ്കിൽ തന്റെ ഏകജാതനായ പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയക്കില്ലായിരുന്നു. മനുഷ്യൻ ചെയ്യുന്ന ഒരു കർമ്മം കൊണ്ടും അവന് പാപമോചനം ലഭിക്കില്ല എന്നുള്ളത് കൊണ്ടും അവന് രക്ഷയിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടുമാണ് തന്റെ പൊന്നോമന പുത്രനെ, ഏകജാതനായ പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. പാപിയായ മനുഷ്യൻ, ബലഹീനനായ മനുഷ്യൻ, അതിക്രമിയായ മനുഷ്യൻ, ദൈവത്തോട് എതിർത്ത് നിൽക്കുന്ന മനുഷ്യൻ, ഒരു നന്മയും വസിക്കാത്ത മനുഷ്യൻ, ശരീരത്തിന്റെ മേൽ പാപം മാത്രമുള്ളവൻ, ഈ മനുഷ്യനെ രക്ഷിക്കാൻ, ദൈവത്തോട് ശത്രുത്വം പുലർത്തി ജീവിക്കുന്ന മനുഷ്യനെ രക്ഷിക്കാൻ സ്വന്തം പുത്രനെ ഉലകത്തിലേക്ക് അയച്ച കാൽവരിയിൽ യാഗമാക്കി മാറ്റിയ ദൈവസ്നേഹത്തിന്റെ ആഴമാണ് ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്. യേശു ക്രിസ്തു ഭൂമുഖത്തേക്ക് വന്നപ്പോ നമ്മോട് പറഞ്ഞു, അന്ന് വരെ സ്നേഹത്തെക്കുറിച്ച് പലരും പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ആരും പ്രസംഗിച്ചിട്ടില്ല. തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹിക്കുവാനാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ചില മതഗ്രന്ഥങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു, ശത്രു ദയ അർഹിക്കുന്നില്ല എന്നൊക്കെ ചില മതഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ യേശു ക്രിസ്തുവാണ് ലോകത്തിൽ ആദ്യമായി ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. സ്നേഹം എന്ന് പറയുന്ന പല ഘടകങ്ങളുണ്ട്. അമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന വാത്സല്യമുണ്ട്, ഭർത്താവിനും ഭാര്യയ്ക്കുമൊക്കെ പരസ്പരം തോന്നുന്ന പ്രണയ ബന്ധങ്ങളുണ്ട്. ഇതൊക്കെ ലോകത്ത് നിലനിൽക്കുന്ന ബന്ധങ്ങളാണ്. സഹോദര ബന്ധങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, പ്രണയങ്ങളുണ്ട്, പ്രിയമുണ്ട്, താല്പര്യമുണ്ട്, ഇതൊക്കെയുണ്ട്. എന്നാൽ സ്നേഹം എന്താണ് എന്ന്, അഗാപ്പേ എന്ന് പറയുന്ന സ്നേഹത്തെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് യേശുവാണ്. ആ സ്നേഹം എന്ന് പറയുന്നത് ശത്രുവിനെ സ്നേഹിക്കുന്നതാണ്. ശത്രുവിൻ മറുവിലയായി സ്വന്തം ജീവൻ കൊടുക്കുന്നതാണ്. സ്വന്തം ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യേശു ലോകത്തെ പഠിപ്പിച്ചു. ശത്രുവിനെ സ്നേഹിക്കുവാൻ, പകയ്ക്കുന്നവരെ ചേർത്ത് പിടിക്കുവാൻ, ശത്രുവിനെ അനുഗ്രഹിക്കാൻ പഠിപ്പിച്ച ഒരു ഗുരു ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു വെറുതെ പ്രസംഗിക്കുക മാത്രമല്ല, പ്രസംഗിച്ചതുപോലെ യേശു തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു. ഭാവിയായ ഒരു നന്മയും വസിക്കാത്ത, അതിക്രമിയായ, ദൈവത്തിൽ നകന്നുപോയ, ഒരു നന്മയില്ലാത്ത മനുഷ്യന് വേണ്ടി കാൽവരിയിൽ യേശു യാഗമായി, അവന് പകരക്കാരനായി യേശു മരിച്ചു. എന്ന് പകൽ എനിക്കും നിങ്ങൾക്കും പകരക്കാരനായി ഒരുവൻ കാൽവരിയിൽ മരിക്കുവാൻ ഇടയായി തീർന്നു. അവന്റെ മരണത്താലാണ് നമ്മുടെ പാപമോചനം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയും, ഞങ്ങൾ പള്ളിയിൽ പോകുന്നവരാണ്, ഞങ്ങൾ ജനിച്ചതേ ക്രിസ്തീയ കുടുംബത്തിലാണ്, ഞങ്ങളും ദൈവസഭയെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസഭയ്ക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് വിദേശയാത്രകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി തുറന്നിട്ടുണ്ട്, കടഭാരങ്ങളിൽ ദൈവം ഞങ്ങളെ വെടിവെച്ചിട്ടുണ്ട്, ദൈനംദിനം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നുണ്ട്. ഇതൊക്കെ സത്യമായിരിക്കാം. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു. ദൈവം കരുണയുള്ളവനാണ്, ദൈവം കൃപയുള്ളവനാണ്. മനുഷ്യന്റെ പ്രാർത്ഥന കേട്ട് മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി രോഗസൗഖ്യവും, അതുപോലെ തന്നെ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അവന് വേണ്ടുന്ന നന്മകളും അവന് വേണ്ടുന്ന കരുതലുകളും ഒക്കെ ദൈവം ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ, ഇതൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് പകരക്കാരനായി യേശു മാറി. അത് മനുഷ്യന്റെ പാപത്തിന്റെ വിടുതലിന് വേണ്ടിയാണ്. എനിക്ക് രോഗസൗഖ്യം കിട്ടാനോ, എനിക്ക് അതല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തിക നന്മ കിട്ടാനോ, എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാനോ, വിടുതൽ ഉണ്ടാകാനോ ഒക്കെ ദൈവം സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കൽപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. പക്ഷേ എനിക്ക് പകരക്കാരനായി എന്റെ പാപമെടുത്ത് എനിക്ക് പകരക്കാരനായി മരിക്കുവാൻ ആണ് സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് വന്നത്. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശത്തിന്റെ കാതൽ എന്ന് പറയുന്നത് പാപത്തിന്റെ പരിഹാരമാണ്. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ, യേശു വന്ന മാർഗം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞത്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഒരേ ഒരു വഴിയേ
ഉള്ളൂ ദൈവസന്നിധിയിൽ ചെല്ലാൻ, ഒരേ ഒരു സത്യമേ ഉള്ളൂ ദൈവസന്നിധിയിൽ ചെല്ലാൻ, ഒരേ ഒരു ജീവനേ ഉള്ളൂ ദൈവസന്നിധിയിൽ ചെല്ലാൻ. അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് മുതൽ. അതുകൊണ്ടാണ് ഞങ്ങൾ അർത്ഥസംഖ്യക്കിടയില്ലാതെ വണ്ണം ഈ തെരുവോരത്ത് എന്നുകൊണ്ട് ആവേശത്തോടെ വിളിച്ചു പറയുന്ന മറ്റൊരുത്തരിലും രക്ഷയില്ല. മറ്റൊരു സംഘടനയിലോ മറ്റൊരു മതത്തിലോ അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തിലോ മറ്റൊരു ഗുരുക്കന്മാരിലോ രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിൽ വിശ്വസിക്കുന്ന സകലർക്കും പാപമോചനം സൗജന്യമായി ലഭിക്കുകയാണ്. 5 പൈസയുടെ ചെലവില്ല, കർമ്മം വേണ്ട, ആചാരം വേണ്ട, തീർത്ഥാടനം നടത്തണ്ട, മല കയറണ്ട, മല ഇറങ്ങണ്ട, ദൂരദേശങ്ങളിൽ പോകണ്ട, ഒരു വിധത്തിലുള്ള കർമാനുഷ്ഠാനങ്ങൾ. ഇത് വിശ്വാസത്തിന്റെ മാർഗമാണ്. ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട് ഞാൻ പാപിയാണ്, യേശുവേ നീ എനിക്ക് പകരക്കാരനായി കാൽവരിയിൽ മരിച്ചു എന്ന് ആര് ദൈവത്തോട് ഏറ്റുപറയുമോ, ആര് ദൈവസന്നിധിയിൽ വിശ്വസിച്ച് അതരത്തിൽ ഏറ്റുപറയുമോ അവരുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇന്ന് പകൽ നമ്മുടെ പാപത്തെ പരിഹരിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് യേശുവിന്റെ രക്തമാണ്. ആ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് വേദപുസ്തകം പറയുന്നു. ഏത് ജാതി, മത, വർഗ, വർണ്ണ, ആ ദേശക്കാരൊക്കെ ആകട്ടെ, ഏത് കുടുംബത്തിൽ ജനിച്ചതാകട്ടെ, ഏത് പാരമ്പര്യത്തിൽ ജനിച്ചതാകട്ടെ, ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയാം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ സൗജന്യമായി നിങ്ങൾക്കും ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയരുവാൻ കഴിയും. 1-2 കാര്യങ്ങൾ കൂടി ഓർപ്പിച്ച് ഞാൻ എന്റെ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാം. യേശു മരിച്ചു, എന്നാൽ യേശു മരിച്ച് ഇന്നും കല്ലറയിൽ കിടക്കുകയല്ല. ഇവിടെ വന്ന സകല ഗുരുക്കന്മാരും ഒത്തിരി ധാർമ്മിക ഉപദേശങ്ങളൊക്കെ തന്നു, പക്ഷേ അവരൊക്കെ ജീവിച്ചിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവരും കല്ലറയ്ക്കകത്ത, ആരുടെയും കല്ലറ തുറന്നിട്ടില്ല. എന്നാൽ ഇന്നും ലോകത്ത് തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. പാലസ്തീന്റെ പച്ചമണ്ണിൽ തുറന്നു കിടക്കുന്ന കല്ലറ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. പാപത്തിന്റെ പരിണിത ഫലമായി ഈ ഭൂമിയിൽ പ്രവേശിച്ച മരണമെന്ന ശത്രുവിനെ, അവസാനത്തെ ശത്രുവായ മരണത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരുവരേ ഉലകത്തിലുള്ളൂ. യേശു ക്രിസ്തുവ. ലോകത്തെ കിടികിടാ വിറപ്പിച്ച ഹിറ്റ്ലറും മുസോളിനിയും അലക്സാണ്ടർ ചക്രവർത്തിയും രാഷ്ട്രീയ നേതാക്കന്മാരും തത്വചിന്തകന്മാരുമായ അലക്സാണ്ടർ പോലെ നമ്മൾ അറിയുന്ന സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഗാന്ധിജിയും നെഹ്റുവും എല്ലാവരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുകയാണ്. കാർൽ മാർക്സും ഏംഗൽസും എല്ലാവരുടെയും കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ ഇവിടെ ഇസങ്ങൾ പഠിപ്പിച്ചവരും ഇസങ്ങൾ പ്രചരിപ്പിച്ചവരും ലോകത്തിലെ മഹാൻ രഥന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് ഒതുങ്ങിക്കിടക്കുമ്പോൾ തുറന്നു കിടക്കുന്ന ഒരേ ഒരു കല്ലറയുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. എന്താ കാരണമെന്നറിയാമോ? അവൻ ദൈവപുത്രനായിരുന്നു. അവനെ പിടിച്ചു വെക്കാൻ കല്ലറകൾക്ക് കഴിയില്ല. മരണത്തിന് അവനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് മരണവാസങ്ങളെ അഴിച്ച് യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന സകലർക്കും ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അവൻ പുതിയ സൃഷ്ടിയായി ജീവിക്കാൻ കഴിയും. പഴയതൊക്കെ ആമെ കഴിഞ്ഞുപോയി. നമ്മുടെ പഴയ മനുഷ്യനുണ്ടല്ലോ, പാപം ചെയ്യുന്ന, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, തമ്മിൽ തല്ലുന്ന, മദ്യം ഉപയോഗിക്കുന്ന, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചിട്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരു പുതിയ സൃഷ്ടിയായി നമുക്കും ജീവിക്കാൻ കഴിയും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ആ ക്രിസ്തുവിൽ ജീവിക്കുന്നതാണ് വിശുദ്ധ ജീവിതം. പള്ളിയിൽ പോകുന്നതോ അല്ലെങ്കിൽ പെരുന്നാൾ നടത്തുന്നതോ കർമ്മങ്ങൾ ചെയ്യുന്നതോ ആചാരങ്ങൾ ചെയ്യുന്നതോ അല്ല. പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഞാൻ ക്രിസ്തുവിൽ മരിച്ചു, ക്രിസ്തുവിൽ ഞാൻ മരിച്ചു. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു എന്നിൽ ജീവിക്കുമ്പോഴാണ് അതൊരു വിശുദ്ധ ജീവിതമായി മാറുന്നത്. എങ്ങനെയാണ് വിശുദ്ധ? കുറെ ധാർമ്മികമായി കൊല്ലരുത്, മോഷ്ടിക്കരുത്, അല്ലെങ്കിൽ പിടിച്ചു പറിക്കരുത്, വ്യഭിചാരം, ഇതൊക്കെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതാ, എല്ലാ ഗുരുക്കന്മാരും പഠിപ്പിക്കുന്നതാ. നിങ്ങൾക്കറിയാമോ, ഇവിടുത്തെ ഹൈന്ദവ, ഇസ്ലാം മതങ്ങളെല്ലാം ഇത് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് ഒരുവന് വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയില്ല. വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തു എന്നിൽ ജീവിക്കുമ്പോഴാണ്. ഞാൻ അതരം കൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് അതരം കൊണ്ട് യേശു ക്രിസ്തുവിനെ ഏറ്റുപറയണം. കർത്താവായ യേശുവിനെ അംഗീകരിക്കണം. യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരണം. യേശുവിനെ എന്റെ ജീവിതം ഏൽപ്പിച്ചു
കൊടുക്കണം. യേശുവിന്റെ ജീവിതത്തിൽ യേശുവിന്റെ കർത്തൃത്വം അല്ലെങ്കിൽ യേശുവിന്റെ മരണത്തിന്റെ കീഴിലേക്ക് ഞാൻ വന്ന് യേശു എന്റെ ജീവിതത്തിൽ യേശുവിന്റെ പരിജ്ഞാനത്തിൽ ഞാൻ ജീവിക്കുമ്പോഴാണ് ഞാൻ വിശുദ്ധനായി മാറുന്നത്. അങ്ങനെ മാത്രമേ ഒരു മനുഷ്യന് വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയൂ. അല്ലാത്തതൊന്നും വിശുദ്ധ ജീവിതം അല്ല. ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് മാറി ഒരു മതത്തിൽ വരുന്നതോ ഏതെങ്കിലും ഒരു സഭയിൽ നിന്ന് മാറി മറ്റൊരു സഭയിൽ വന്നതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ഇവിടെ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് യേശുവിനെ ദൈവപുത്രനായി ഹൃദയത്തിൽ സ്വീകരിച്ച് ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞ് നീതീകരിക്കപ്പെട്ടവെങ്കിലും അവൻ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തു എന്നിൽ ജീവിക്കണം. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ഞാൻ ജീവിക്കണം. ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ ഞാൻ ജീവിക്കുമ്പോഴാണ് ആ വിശുദ്ധ ജീവിതം എനിക്ക് നയിക്കാൻ കഴിയുന്നത്. ഇതിന് നമ്മെ സഹായിക്കുന്നതാണ് യേശു. യേശു ഉയർത്തെഴുന്നേറ്റ് പോയത് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തേക്കാണ് യേശു കടന്നു പോയത്. യേശു പോയത് വെറുതെ പോയതല്ല. കാൽവരിയിൽ അവൻ ഇറക്കിയ അവന്റെ രക്തവുമായിട്ടാണ് പോയത്. യാതൊരു പ്രയോജനമില്ലാത്ത പശുക്കിടാങ്ങളെയോ ആട്ടുകൊറ്റന്മാരുടെയോ രക്തം കൊണ്ടല്ല, തന്റെ സ്വന്തം രക്തവും കൊണ്ട് പിതാവിന്റെ വലതുഭാഗത്ത് പോയിരുന്നുകൊണ്ട് യേശു നമുക്ക് വേണ്ടി ഇന്നും പക്ഷപാതം ചെയ്യുകയാണ്. യേശുവിന്റെ രക്തം അവിടെ ആ പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് യേശുവിന്റെ രക്തം മുന്നിൽ വെച്ചുകൊണ്ട് യേശു പറയുന്നു, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും യേശു മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നു, അവന് വേണ്ടി അവനെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ മറുവിലയായി അവിടെ കാൽവരിയിൽ മരിച്ചതാണ്. അവനെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ഞാൻ ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ അവിടെ മധ്യസ്ഥം നടത്തുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവരേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവൻ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തെ അറിയണോ? യേശുവിനെ അറിയണം. യഥാർത്ഥ മനുഷ്യനെ അറിയണോ? യേശുവിനെ അറിയണം. ദൈവമാരെന്നറിഞ്ഞതും യേശുവാണ്, മനുഷ്യനാണെന്നുള്ളതിന്റെ പൂർണ്ണത അറിഞ്ഞതും യേശുവാണ്. അതുകൊണ്ട് ഒറ്റ മധ്യസ്ഥനെ നമുക്കുള്ള യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു തന്റെ രക്തവുമായി പിതാവിന്റെ സന്നിധിയിൽ നിന്ന് വലതുഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി നിരന്തരമായി മധ്യസ്ഥമണച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ബലഹീനതകൾ നമ്മളോട് സഹകരിക്കാൻ കഴിയാത്തൊരു മഹാപുരോഹിതനല്ല. നമുക്ക് മുമ്പേ ഈ ബലഹീനതകളിലൊക്കെ കടന്നുപോയി ഇതെല്ലാം അറിയാവുന്ന ഒരുവൻ നമുക്ക് വേണ്ടി നമ്മുടെ കഷ്ടതകൾ, പ്രയാസങ്ങൾ, നമ്മുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, ഇന്ന് നാം കടന്നു പോകുന്ന പ്രതിസന്ധികൾ, ഇതെല്ലാം മുന്നേ ജീവിതത്തെ അനുഭവിച്ചറിഞ്ഞ ഒരുവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥമണയ്ക്കുകയാണ്. ഒരുപാട് മധ്യസ്ഥന്മാരില്ല. മതം പഠിപ്പിക്കുന്ന മധ്യസ്ഥന്മാർ ഒരുപാട് പേര് കാണും, അവരൊക്കെ ഒരുപാട് പേര് കാണും. പക്ഷേ അവരുടെ ആരുടെയും രക്തം നമ്മുടെ മറുപടിയായി മാറിയിട്ടല്ല. അവരാരും ദൈവത്തിൽ നിന്ന് വന്നവരല്ല. അവരാരും പൂർണ്ണ മനുഷ്യരുമായിരുന്നില്ല. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായ ഒരുവനെയുള്ളൂ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥമടയ്ക്കുകയാണ്. ഇനി അധികാലം കഴിയും മുമ്പ് യേശു മധ്യാകാശത്ത് വരും. മധ്യാകാശത്തേക്ക് യേശു തന്റെ സ്വർഗീയ ദൂതന്മാരുമായി ഇറങ്ങി വരും. ദൈവത്തിന്റെ ഗംഭീര ശബ്ദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് യേശു എന്തിനാ വരുന്നതെന്നറിയാമോ? ഇവിടെ പെന്തക്കോസ്തുകാരെ ചേർക്കാനല്ല. യേശു വരുന്നത്. യേശു വരുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാ. തന്നിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാനാ യേശു ഭൂമിയിലേക്ക് വരുന്നത്. അങ്ങനെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മധ്യാകാശത്ത് വരുമ്പോ ഒരു മഹാകാര്യം സംഭവിക്കും. അന്ന് കല്ലറയ്ക്കകത്ത് അടയ്ക്കപ്പെട്ട വിശുദ്ധന്മാരുണ്ടല്ലോ, നമുക്ക് മുമ്പേ വാങ്ങിപ്പോയ വിശുദ്ധന്മാർ, അവർ കല്ലറയ്ക്കകത്ത് വിശ്രമിക്കുകയാ. അവരുടെ അകത്തേക്ക്, ആ ശരീരത്തിനകത്തേക്ക് ആത്മാവ് വന്നു ചേരും. വീണ്ടും ആ ശരീരം പുനർജീവിക്കപ്പെടും. രൂപാന്തരപ്പെട്ട, തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം. ഒരിക്കൽ ആദാമിന് നഷ്ടപ്പെട്ട തേജസ്സിന്റെ ശരീരം അവന് മടക്കി കിട്ടും. തേജസ്സോടുകൂടി യേശു ക്രിസ്തു എങ്ങനെയായിരിക്കുന്നുവോ അതേ തേജസ്സോടുകൂടി യേശുവിനെ മുഖാമുഖം കാണുവാൻ വാങ്ങിപ്പോയ ഭക്തന്മാർ എഴുന്നേറ്റ് വരുമ്പോ ജീവിച്ചിരിക്കുന്ന, യേശുവിൽ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന തന്റെ ഭക്തന്മാരും രൂപാന്തരപ്പെട്ട ഈ തേജസ്സിന്റെ ശരീരം പ്രാപിച്ച തേജസ്കരിക്കപ്പെട്ടവരാൽ തേജസ്സുള്ള കർത്താവിനെ കാണുവാൻ മധ്യാകാശത്തിലേക്ക് കടന്നുപോകും. അങ്ങനെ നാം മുഖാമുഖം കണ്ട് അവനെ ആരാധിക്കും. ഇന്ന് നാം വിശ്വാസത്താൽ അവനെ ആരാധിക്കണമെങ്കിൽ ഒരു ദിവസം വരാൻ പോവുകയാണ്. നമ്മുടെ നല്ല കർത്താവിനെ മുഖാമുഖം കണ്ട് അവനെ ആരാധിക്കുന്ന ദിവസം, തേജസ്സിന്റെ കർത്താവെ നീ തേജസ്സുള്ളവനായി നമ്മൾ ആരാധിക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, സന്ദേശം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇതുവരെയും യേശുക്രിസ്തുവിനെ നിങ്ങൾ ജീവിതത്തിൽ കർത്താവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഏത് സഭാ വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കാം. എന്നാൽ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് അവൻ നിത്യജീവൻ കൊടുക്കുകയാണ്. യേശുവിനോടൊപ്പമുള്ള ജീവിതമാണ് നിത്യജീവൻ. അത് മരിച്ചതിന് ശേഷം പ്രാപിക്കുന്നതല്ല. ഇവിടെ
അവിടെ വെച്ച് യേശുവിൽ വിശ്വസിക്കുന്നവന് കർത്താവിനോട് കൂടെ ജീവിക്കുന്നതാണ് ആ നിത്യജീവൻ. ഇവിടെ നിത്യജീവനുള്ളവന് മരണശേഷവും കർത്താവിനോടൊപ്പം ആ നിത്യതയിൽ ജീവിക്കാൻ കഴിയും. ആ നിത്യസമാധാനത്തിലേക്കും നിത്യമായ സന്തോഷത്തിലേക്കും നിത്യമായ ആനന്ദത്തിലേക്ക് നിത്യമായ സ്വർഗത്തിലേക്ക് ഈ ദേശനിവാസികളെയും ഞങ്ങളുടെ ശബ്ദം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം